എന്നത്തെയും പോലെ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ക്രാഫ്റ്റിലേക്ക്. അവൾ മാത്രമല്ല, അവളുടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കയ്യിലിടാൻ ബ്രേസ്ലെറ്റ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ കൈക്ക് പറ്റിയ വളയോ ബ്രേസ്ലെറ്റോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ അലീൻ്റെയും മറിയൊക്കെ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ എപ്പോഴും സെയിൽ ഉണ്ടെങ്കിലും ഹാപ്പി ഇല്ലെങ്കിലും ഹാപ്പി. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി നേരെ പിന്നെ വീണ്ടും ഉള്ളിലേക്ക് വന്ന് ഞാനിതൊക്കെ കണ്ടതാ, എന്നാലും അവളുടെ കൂടെ ഒന്നും കൂടെ നടന്ന് കാണിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി, കുറച്ചൊന്നും അല്ല കുറേ അധികം കാണാനുണ്ടല്ലോ. ഇതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. കുറേ പേര് വന്നിട്ട് ഈ ലൈറ്റിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമാട്ടോ കാണാൻ. പിന്നെ അവരുടെ കയ്യിൽ കുറേ പാത്രങ്ങളോ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ പ്രത്യേകതയിൽ എന്തൊക്കെയോ സാധനങ്ങൾ. അതൊക്കെ കുറേ നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പാനിപ്പൂരി കഴിക്കാൻ കൊതിയാവുന്നുണ്ട് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിയത്. സംഭവം അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. സാധാരണ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും ആ ഒരു ഫീലൊന്നും കിട്ടിയില്ല. ഇത് അവളുടെ മോളാണ് കേട്ടോ. അവളോടൊന്ന് ചിരിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചിരിച്ചത് കണ്ടോ. അന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അവളെന്നെ കുറേ നിർബന്ധിച്ചു, നീ അവിടുന്ന് ഡ്രസ്സ് എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം, എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് നീ ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ കുറേ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, പക്ഷേ എങ്കിൽ എനിക്ക് ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടോ. അവൾക്കാണെങ്കിൽ ചിലവ് ചെയ്യണമെന്ന് നിർബന്ധം. അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട, നമുക്ക് ആ പൈസ കൊണ്ട് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസ് കഴിച്ചു. പാനിപ്പൂരിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചിട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ മക്കളെയും കൊണ്ട് പാർക്കിലേക്കാണ് പോയത്. അന്നാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല തിരക്കനുണ്ടായിരുന്നു. അപ്പൊ മോള് കുറേ നേരം വാശി പിടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവൾ ഊഞ്ഞാലൊക്കെ ഇരുത്തി കുറേ നേരം ആട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം സ്റ്റേജ് പ്രോഗ്രാം എന്തോ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പ്രോഗ്രാം കാണാനായിട്ടോ പോയത്. സാധാരണ എന്റെ ബർത്ത്ഡേ എനിക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇവളാണ് എനിക്ക് രാവിലെ മെസ്സേജ് അയക്കുക, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് എനിക്ക് പോലും ഓർമ്മ വരിക. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന ഒരേ ഒരാൾ എന്റെ മുമ്പിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ വർഷം 28 വയസ്സ് പൂർത്തിയായി 29ലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 11-11:30 വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ള എല്ലാവർക്കും ടാറ്റ.